കരിമംഗല്യം മാറാനുള്ള ഒറ്റമൂലി എന്ന് പറയാം ഈ ക്രീം. ഇത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേ അതിന്റെ റിസൾട്ട് കിട്ടും. വീഡിയോ കണ്ടു നോക്കൂ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിന്റർ സ്കിൻ കെയർ ആണ്. ഇനി അങ്ങോട്ടൊരു മാസത്തേക്ക് നമുക്ക് വിന്റർ സ്കിൻ കെയർ ആൻഡ് വിന്റർ ഹെയർ കെയർ ചെയ്യാം. വിന്റർ സീസണിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വളരെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് മെലാസ്മ എന്ന് പറയുന്ന കരിമംഗല്യം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളുടെ സ്കിൻ ഡ്രൈ ആകുകയും നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം പോവുകയും ഒക്കെ ചെയ്യും. ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടുള്ള ഒരു നല്ല റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഉള്ളി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒനിയൻ എങ്ങനെയാണ് കരിമംഗല്യത്തിനെ മാറ്റുന്നത് നമുക്ക് നോക്കാം. സൾഫോക്സൈഡും സെപ്പേനുകളും ഉള്ളിയിലുള്ള ഈ ഘടകങ്ങൾ കറുത്ത പാടുകളും മങ്ങിയ പാടുകളും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ക്വെർസിറ്റിൻ ഉള്ളി എക്സ്ട്രാക്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങൾ ത്വക്കിന്റെ വീക്കം കുറയ്ക്കാനും ത്വക്കിലെ വർണ്ണ വ്യത്യാസം കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ബ്ലീച്ചിങ് ഏജന്റുകൾ ഉള്ളിയിൽ ഉള്ളത് കാരണം ത്വക്കിന്റെ നിറം വർദ്ധിക്കാനും തിളക്കം കൂട്ടുന്നതിനും സഹായിക്കുന്ന ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളിയിലുണ്ട്. ഉള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാളും ഒരു ഓനിയൻ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള അത്രയും നീര് കിട്ടും. ഓനിയൻ ഇതുപോലെ സബോള ഇതുപോലെ ഒരച്ചെടുത്തിട്ട് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഒട്ടും തന്നെ നേറുകയോ കണ്ണെരികയോ ഒന്നും തന്നെ ചെയ്യില്ല ഇതിങ്ങനെ എടുക്കുമ്പോൾ. നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. നിങ്ങൾക്കറിയാം കോൺഫ്ലോർ നമ്മുടെ സ്കിന്നിന് നല്ല കളർ തരികയും സ്കിന്നിനെ ഫേം ആക്കി വെക്കുകയും സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോൺഫ്ലോർ. അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊട്ടറ്റോ പൗഡർ ആണ്. പൊട്ടറ്റോ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ വൈറ്റ് ആക്കുന്നതും ഫെയർ ആക്കുന്നതും പാടുകൾ മാറ്റാനും അതുപോലെ നമ്മുടെ കരിമംഗല്യം മാറ്റാനും ഡാർക്ക് സ്പോട്ട് ചുളിവുകളൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പൊട്ടറ്റോ പൗഡർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് മിക്സ് ചെയ്യണം. സ്റ്റാർച്ച് പോയി താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു ക്രീമി കൺസിസ്റ്റൻസി വരും. അപ്പോഴേക്കും ഒത്തിരി ഇങ്ങനെ തിക്കാകാൻ നിൽക്കേണ്ട, ചെറിയ ക്രീമി കൺസിസ്റ്റൻസി വരുമ്പോഴേക്കും നമുക്ക് അത് തീ ഓഫ് ചെയ്ത് അത് അടുപ്പിൽ നിന്നും എടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കറക്റ്റ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാം. ഇതിൽ നിന്നും ആവശ്യമുള്ളത്ര മാത്രം എടുത്ത് നമുക്ക് മുഖത്തിലേക്കുള്ള പായ്ക്ക് ഉണ്ടാക്കാം. ബാക്കി നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന് ബാഡ് സ്മെൽ ഒന്നുമില്ല. ഇത് നമ്മളുടെ സ്റ്റോറിലുള്ള അലോവേറ ഗ്ലിസറിൻ ജെല്ലാണ്. മുഖത്തെ പാടുപോകാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ജെല്ലാണിത്. ആദ്യം അലോവേറ ഗ്ലിസറിൻ ജെൽ ഇട്ടു. ഇപ്പോൾ നമ്മൾ ഇടുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. വീട്ടിൽ തന്നെ പിഴിഞ്ഞെടുത്ത ആദ്യത്തെ പാലാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കൊഴുത്ത പാൽ ഒരു 2 ടീസ്പൂൺ ഇടണം. എന്നിട്ട് അതിനെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യല്ല, ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. തേങ്ങാപ്പാൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും സ്കിന്നിന്റെ പാടുകളൊക്കെ മാറ്റുകയും യൂത്ത്ഫുൾ ഗ്ലോ തരികയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് തേങ്ങാപ്പാൽ. ചുമ്മാതെ തന്നെ തേങ്ങാപ്പാൽ ഫേസിൽ തേക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള ഒരു സ്മൂത്ത് ബ്രഷ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ
ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെന്നും ഫേസ് ക്ലീൻ ആണെന്നും ഉറപ്പുവരുത്തുക. രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്. ഞാൻ കയ്യിലിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ ഇടേണ്ടത് ഫേസിലാണ്. കരിമംഗല്യം ഉള്ള സ്ഥലം, പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലം, ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉള്ള സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് നന്നായിട്ടിടൂ. കണ്ണാടി നോക്കാൻ മടിക്കരുത്. കണ്ണാടിയിൽ നോക്കി പാടുകളുണ്ടോ വരകളുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതുപോലെ നീല അമരി ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറുന്നതാണ്. ബാക്കിയുള്ള ക്രീം നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഉപയോഗിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വന്ന പിറകു മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മറക്കാതിരിക്കുക. ആഴ്ചയിൽ 3 പ്രാവശ്യം ഇടുക. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് ഫേസിൽ ഇടാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷന് ഏറ്റവും നല്ല റെമഡികളിൽ ഒന്നാണ് കോക്കനട്ട് മിൽക്ക്, ഓണിയൻ ജ്യൂസ്, കോൺഫ്ലോർ ആൻഡ് പൊട്ടറ്റോ സ്റ്റാർച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോൻ്റെ ജ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സോ ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഫേസിലിടണം. 3 പ്രാവശ്യം മീൻസ് 3 ദിവസം 1 പ്രാവശ്യം വെച്ച് ഫേസിലിടുക. ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് പറയും. പിന്നെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എന്തിനാണ് 70 വയസ്സ് 80 വയസ്സുള്ളവർക്കൊക്കെ സ്കിൻ കെയർ പറയുന്നത്, അവരാരോഗ്യത്തോടെ ഇരുന്നാൽ പോരെ എന്ന്. ഞാൻ അങ്ങനല്ല വിശ്വസിക്കുന്നത്. ആരോഗ്യം, സൗന്ദര്യം, മനസ്സിൻ്റെ സൗന്ദര്യം, മനസ്സിൻ്റെ ആരോഗ്യം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ മനസ്സിൻ്റെ സൗന്ദര്യവും ലോകത്തിൻ്റെ സൗന്ദര്യവും കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 70 വയസ്സായി 50 വയസ്സായി അല്ലെ 60 വയസ്സായി എന്നും പറഞ്ഞൊരു മൂലയിൽ നമ്മളെ കൊണ്ട് ഇരുത്താൻ അങ്ങനല്ല, നമ്മൾക്കും കൂടെ ഉള്ളതാണ് ഈ ലോകം. ഓക്കെ, ശരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 40 ഇയേഴ്സിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. വേണ്ടാത്തവർ ചെയ്യേണ്ട, ഇഷ്ടമുള്ളവർ, ലൈഫിനോട് താല്പര്യമുള്ളവർ, ലൈഫിനെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നവർ, ലൈഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നവർ, പരസ്പരം സ്നേഹിച്ച് പോകുന്നവർ, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവർ, അങ്ങനെ പല 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 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലേ. സോ സ്കിൻ കെയർ ചെയ്യുന്നത് ആരോഗ്യമില്ലാതാകുമോ? അങ്ങനെയില്ലല്ലോ. സ്കിൻ കെയർ ചെയ്യുന്നതും ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അകത്തോട്ടും നമ്മൾ വേണ്ട സാധനങ്ങൾ കഴിക്കണം. നമ്മൾക്ക് വേണ്ട ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസ്, മിനറൽസ് എന്തൊക്കെ നമ്മുടെ സ്കിന്നിന് പുറത്തോട്ട് വേണോ അതൊക്കെ തന്നെ നമ്മുടെ അകത്തോട്ടും വേണം. പക്ഷേ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിന് തുടരെ ഒരു കമൻ്റ് ഇട്ട് അതിനെ ഒരു ചാപ്റ്ററായി മാറ്റണ്ട. ആരെങ്കിലും കമൻ്റ് ഇട്ടിട്ട് പൊക്കോട്ടെ. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു ബ്ലെസ്സിങ്സ് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് തന്നെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ നമ്മളെ ഹരാസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി എല്ലാ കമൻറ്റിനും റെസ്പോണ്ട് ചെയ്യും. ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത കമൻറ്റുകൾ ചിലപ്പോൾ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ കാണാറില്ല. സോ യൂട്യൂബ് തന്നെ ചില കമൻറ്റുകളൊക്കെ എടുത്ത് മാറ്റാറുണ്ട്. അത് വളരെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് റിപ്ലൈ ചെയ്യാൻ പോയി നിങ്ങളുടെ സമയം കൂടെ കളയണ്ട. സമയമുള്ളവർ കമൻ്റ് ഇടട്ടെ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് അവരവരിടുന്നത് അല്ലേ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്നും അതിനെ എന്താ പറയുക, എതിർത്ത് സംസാരിക്കേണ്ടയോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഇത് പറയേണ്ടയോ കാര്യമില്ല. അവർക്ക് അതിന് കഴിവുണ്ടായിരിക്കും. നമ്മളുടെ കഴിവ് നമ്മൾ കാണിക്കുന്നു, നമ്മൾക്ക് കഴിവുള്ള ഭാഗങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കമൻസുകൾ കണ്ടിട്ടോ, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന പോലെ സംസാരിക്കുന്നത് കണ്ടിട്ടോ സ്കിൻ കെയർ ചെയ്യാതിരിക്കുകയോ നിർത്തുകയോ ഒന്നും ചെയ്യണ്ട. സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്, നമ്മളുടെ ആവശ്യമാണ്. നമ്മളുടെ സൗന്ദര്യം നമ്മുടെ എന്താ പറയുക, നമ്മളുടെ കോൺഫിഡൻ്റ് ആണ് അല്ലേ. ചിലപ്പോൾ ചിലർക്ക് കോൺഫിഡൻറ്റ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ സൗന്ദര്യം, അതായിരിക്കും അവരുടെ ഹാപ്പിനെസ്. അങ്ങനെയുള്ളവർ ഭക്ഷണം കഴിക്കട്ടെ. അല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ ലൈഫിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹാപ്പിയാണോ, ഹാപ്പിനെസ് ഉണ്ടോ, ചുറ്റുമുള്ളവർക്ക് നമ്മൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ മാത്രം നോക്കിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചത് കൊണ്ടും ലോകമൊന്നും മാറാൻ പോകുന്നില്ല. നമ്മൾ ആലോചിക്കാത്തത് കൊണ്ടും ലോകമൊന്നും മാറാൻ പോകുന്നില്ല. സോ നമ്മൾക്ക് നമ്മുടേതായ നമ്മളുടെ പേഴ്സണാലിറ്റി പ്ലസ് ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം.
അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നോക്കിയപ്പോൾ 70% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. ദയവേത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ സീക്രട്ട് സ്കിൻ കെയർ റെസിപ്പീസ് പോലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചെന്നോട് ചെയ്യാൻ പറ്റുക സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കമൻറ്റ് ഇടുക. പിന്നെ മറ്റുള്ളവരെ, അതായത് ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഹെൽപ്പ് അവരോട് ചെയ്യുക. കാരണം 60, 70, 80കളിലൊക്കെ എല്ലാവർക്കും മക്കൾ ഫോറിനിലും ഒക്കെ ആയിട്ട് ഒരു ഒറ്റപ്പെട്ട ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ഒറ്റപ്പെടലിനെ കുറിച്ച് കുറേ സംസാരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. പിന്നെ ചിലർക്ക് എല്ലാവരോടും കൂടെ സംസാരിച്ചൊക്കെ ജീവിച്ച് പഴകിയവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. സ്കിൻ കെയർ മാത്രമല്ല, അവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മനസ്സിലുള്ള കുറേ സങ്കടങ്ങൾക്ക് ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന പോലെയല്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ്, എൻ്റെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷമങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവണം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഹെൽത്തിനെ കുറിച്ചും ന്യൂട്രീഷൻസിനെ കുറിച്ചും ഒക്കെ പറയാൻ ഞാൻ അതല്ല പഠിച്ചിരിക്കുന്നത്. എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചാനലുകൾ ഒരുപാടുണ്ട്, അതൊക്കെ കാണാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കമൻറ്റുകൾ ഇടാതിരിക്കുക ദയവീത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബട്ട് കാണുന്ന മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണ് സ്കിൻ കെയർ ചെയ്യുന്നത്, നല്ല ഭക്ഷണം കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് കാണുന്നത്. ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ബിക്കോസ് ഐ ആം റെസ്പെക്ടിങ് എവരിബഡീസ് പ്രൈവസി. അതുകൊണ്ട് ഞാനത് ഡിസ്പ്ലേ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. 60 വയസ്സിലും 80 വയസ്സിലും 90 വയസ്സിലും നമ്മളുടെ മനസ്സിൻ്റെ ചെറുപ്പം അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് എപ്പോൾ നല്ല ഓർമ്മയുണ്ടാകുന്നു, നമ്മളെപ്പോൾ നല്ല ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ നേച്ചറിനെ ആസ്വദിക്കുന്നു, നമ്മളുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നു, നമ്മൾക്ക് എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെയും നമ്മൾക്ക് ഈ 80 വയസ്സിൽ നമുക്കൊരു മഴ എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലേ? നല്ലൊരു മഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫോഗ്, അതായത് കോട എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ലൈഫ് കുറേശ്ശെ ബ്യൂട്ടിഫുൾ ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. സോ ഇത്രയൊക്കെയുള്ളൂ. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കാണാം.